ഹായ് ഹലോ, നമുക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കാം. അതിനായിട്ട് മെയിൻ വേണ്ടത് കസ്റ്റാർഡും ഒരു പാക്കറ്റ് ബ്രെഡുമാണ്, പിന്നെ ഗീ അല്ലെങ്കിൽ ഓയിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് എനിക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഓർമ്മയില്ല. കസ്റ്റാർഡും ബ്രെഡും മെയിനുമാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണാം. 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ 1 ഗ്ലാസ് പാലും വേണം. അപ്പോൾ ഇതിങ്ങനെ തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് തിളക്കണം. അപ്പോൾ തിളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയാണ്. അപ്പോൾ ഇത് തിളക്കണ നേരം കൊണ്ട് 1/2 ഗ്ലാസ് വെള്ളവും എത്ര വേണ്ട വെച്ചാൽ 2 സ്പൂണ് കസ്റ്റാർഡും കൂടി ഇടുക. വെള്ളത്തേക്ക് 2 സ്പൂണ് കസ്റ്റാർഡ് ഇടുക. ഇത് തിളച്ച് കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് സ്പൂണിന് 2 സ്പൂണ് കസ്റ്റാർഡ് ഇടുക. എന്നിട്ട് അതൊന്നത് ഇതുപോലെ അങ്ങനെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. കേട്ടോ, ഇതൊന്നിങ്ങനെ തിളക്കുമ്പോൾ നമ്മൾ ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഇതാക്കാം. ഇളക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. വാനില എസൻസ് എടുക്കട്ടെ. അപ്പോൾ വാനില എസൻസ് ഇട്ടിച്ച് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അത് ഇട്ടിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ നിർത്തണം, ഇളക്കിയിട്ടിരിക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊന്നും കൂടി ഞാൻ തുടരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫുൾ സ്പീഡിൽ ഇത്തിരി സിമ്മിൻ്റെ ഇത്തിരി നിന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനത്തിലേക്ക് പാകത്തിന് പഞ്ചസാരയും കൂടി ഇടണം. അപ്പോൾ നമുക്കിത് ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുള്ളത് കൂടി ഉണ്ടായി നമുക്ക് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ആദ്യം. അപ്പോൾ നമ്മൾ ഇതായി ഇത്രയും ബ്രെഡിന് ഇങ്ങനെ ഇത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് കത്തിച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ ബ്രെഡ് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നിങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ അത് നിർത്തുക, ഒന്ന് ക്രിസ്പി ആവുന്ന വരെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ ഇത്തിരി ഓയിലാക്കി ഇങ്ങനെ ഇത് തിരുമ്പി കൊടുത്താൽ വേഗം ഇങ്ങനെ ക്രിസ്പി ആവും, അതിൻ്റെ കളറ് മാറും. നമ്മളിങ്ങനെ തിരുമ്പി കൊടുത്തു. അപ്പോൾ ഈ ഒരു പരിവക്കായ നിർത്തണം. അപ്പോൾ ഇതെടുക്കുക. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിക്ക് കൊടുക്കുകയാണ്. വാവ്.